കേരളത്തിൽ ബി.ജെ.പി. വിജയക്കൊടി പാറിച്ചതിന് പിന്നിൽ കെ സുരേന്ദ്രനാണെന്ന ബി.ജെ.പിയുടെ അഭിനന്ദനം വന്നതോടെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസഭാംഗമാകുമെന്ന വാർത്തകളും പുറത്തുവരികയാണ് ഈ നിമിഷത്തിൽ. എം.പി. ആയാലും കേരളത്തിലെ അധ്യക്ഷ പദവിയിൽ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിലെ തീരുമാനം. കേരളത്തിൽ ബി.ജെ.പിക്ക് ഇപ്പോഴെങ്കിലും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് സുരേന്ദ്രന്റെ കാലാകാലങ്ങളായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണെന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒന്നിച്ചു പറയുന്ന കാര്യമാണ്. ബി.ജെ.പിയുടെ കേരളത്തിലെ തോൽവികൾക്കുള്ള ഈ കാലം അത്രയും മറുപടി പറഞ്ഞിരുന്നത് സുരേന്ദ്രൻ തന്നെയാണ്. അധ്യക്ഷ പദവിയിൽ ഇരുന്ന കാലം അത്രയും ബി.ജെ.പിയുടെ എന്ത് കാര്യത്തിലും ഉത്തരം പറഞ്ഞതും സുരേന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഈ വിജയത്തിൽ സുരേന്ദ്രന്റെ പങ്ക് ചെറുതല്ല. അത് പറയുമ്പോൾ നോവുന്നവരും ട്രോളുന്നവരും പാർട്ടിക്കകത്ത് തന്നെ കുറവല്ല. സുരേന്ദ്രൻ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ശക്തമായ അടിയൊഴുക്കുകൾ കാലങ്ങൾക്കിപ്പുറം വളർന്ന് പന്തലിച്ചു എന്ന് പറയണം. അതുതന്നെയാണ് ഇപ്പോൾ ഉണ്ടായ വിജയത്തിന് പിന്നിൽ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും സുരേന്ദ്രന്റെ വലിയ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് പകരക്കാരനായി കേരളത്തിൽ ഒരു നേതാവിനെ കൊണ്ടുവരിക അത്ര എളുപ്പമായുള്ള കാര്യമല്ല. സുരേന്ദ്രന് രാജ്യസഭാംഗത്വം നൽകുക, തൃശൂരിൽ വമ്പിച്ചു വിജയം കൊയ്ത സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രി പദവി നൽകുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുതിർന്ന നേതാവ് വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകേണ്ടി വരും. ശോഭാ സുരേന്ദ്രനും അത്തരത്തിൽ തന്നെ സംഘടനയിൽ പ്രധാനമായ ഒരു പദവി നൽകും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബി.ജെ.പി. കേരള ഘടകത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് സുരേന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പ് ചെയ്തിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും കേരളത്തിൽ ബി.ജെ.പിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടക മികവുണ്ടെന്ന ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമ കുറിപ്പിൽ ബി.ജെ.പി. പറയുന്നത്. പാർട്ടിയിൽ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രന്റെ സ്ഥാനത്തിന് അടുത്തൊന്നും ഇളക്കം തട്ടില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചത്. സംസ്ഥാനത്ത് 19 മണ്ഡലങ്ങളിലും 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ ബി.ജെ.പി. വലിയ രീതിയിലുള്ള ഒരു വോട്ട് കുത്തനെ ഉയർത്തി. താമര ചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായത് മാത്രമല്ല, മിക്ക മണ്ഡലങ്ങളിലും 20% വോട്ട് നേടാനും ബി.ജെ.പിക്ക് ഇത്തവണ സാധിച്ചു. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തുമെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനമാണ് ബി.ജെ.പി. കാഴ്ചവെച്ചത്. മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നായി 37,40,952 വോട്ട് നേടി 19.18% വോട്ട് വിഹിതവും കരസ്ഥമാക്കിയിട്ടുണ്ട്. 2019 തിരഞ്ഞെടുപ്പിലാകെ 31,71,792 വോട്ടായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. വോട്ട് വിഹിതം 15.56%. തൃശൂരിൽ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി മിന്നും വിജയം കാഴ്ചവെച്ചത്. കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മത്സരിച്ച കോഴിക്കോടും വോട്ട് നില കുത്തനെ ഉയർന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ രമേശ് 18,450 വോട്ടും സുരേന്ദ്രൻ 62,229 വോട്ടും അധികം നേടി. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ചരിത്രത്തിൽ ആദ്യമായി 1,00,000-ലേറെ വോട്ടുകളും ബി.ജെ.പി. സമാഹരിച്ചുകൊണ്ട് തന്നെ ചരിത്രം കുറിച്ചു. CPM-ന്റെ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ചരിത്രത്തിൽ ആദ്യമായി 1,00,000-ലേറെ വോട്ടുകൾ ബി.ജെ.പി. സമാഹരിച്ചുകൊണ്ട് തന്നെ ചരിത്രം കുറിക്കുകയുണ്ടായി.